വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകണം. അതൊരു ഭയങ്കര ഫോമൽ ഇന്റർവ്യൂ ഒന്നും ആയിരിക്കില്ല, എന്നാലും ആ ഒരു പ്ലെയറിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആരാ പ്ലെയർ എന്നൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. സോ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പ്ലെയറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. തിരൂര് പറവണ്ണ മുറിവേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരൂര് സ്വദേശിയാണ്. സാറ്റ് തിരൂരിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് നാഷണൽ ലെവലിലുള്ള സെക്കൻഡ് ഡിവിഷൻ ക്ലബുകൾക്ക് വേണ്ടി കളിച്ച് അതിന്റെ ശേഷം കേരള പ്രീമിയർ ലീഗ് ഗോകുലത്തിന്റെ ക്യാപ്റ്റനായിട്ട് വിൻ ചെയ്ത് ഗോകുലത്തിന്റെ ഐ ലീഗ് ടീമിൽ വരുന്നു. ഐ ലീഗില് ഗോകുലം ചാമ്പ്യന്മാരാകുമ്പോൾ ടീമില് മുഖ്യ സാന്നിധ്യം വഹിക്കുന്നു. ഇപ്പോഴും ഗോകുലത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഓഫ് കേരള. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ്. സോ നമുക്ക് നമ്മളുടെ പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റിഷാദ്. എന്താണ് സുഖം. സോ നമ്മളെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന പ്ലെയർ റിഷാദാണ്. നമുക്ക് റിഷാദിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. റിഷാദിന്റെ ഒരു ബേസിക് ഇൻട്രോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി റിഷാദിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിഷാദിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. റിഷാദ്, നമ്മളുടെ ഫോളോവേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെ ഫുട്ബോളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ അറിയാം, മലപ്പുറമാണ് ഫുട്ബോളിന് നല്ല പേരുള്ള മണ്ണാണ്. ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ റിഷാദ് എങ്ങനെ ഇതിലോട്ട് കടന്നു വന്നത്? ഫുട്ബോള് നമ്മളെ നാട്ടില് ഇങ്ങനെ ആദ്യ കളി കണ്ട് അത് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ ഫുട്ബോൾക്ക് കളിക്കണം ഇഷ്ടമായി, കളിക്കണോ അങ്ങനെ നാട്ടില് കളിച്ച് അങ്ങനെയാണ് ഫുട്ബോൾ. ഒരു ബ്രദർ ഇല്ലേ കാക? അപ്പൊ ആള് കളിക്കോ? ഇല്ല, ആള് കളിക്കൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇങ്ങനെ വേറെ ക്ലബിലൊക്കെ കളി കണ്ടിട്ട്? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഉമ്മാന്റെ വീട്ടിലായിരുന്നു ഞാൻ താമസം. അതെവിടെ? ആലത്തിയൂര്. അവിടെ ഫുട്ബോള് നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല ലോക്കലായാലും എല്ലാ തരത്തിലും നാട്ടില് കളിയും ഈവനിങ് കളി അങ്ങനെ അതിലിങ്ങനെ കളിച്ച് വന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ അക്കാഡമി സാറ്റ് അല്ലേ? അപ്പൊ എങ്ങനെ സാറ്റിലോട്ട് എത്തിയത്? അങ്ങനെ സാറ്റിലോട്ട് എത്തിയത് ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു സമ്മർ ക്യാമ്പില് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ നമ്മളെ ഇർഷാദ്, മുഹമ്മദ് അൻസി കളിക്കുന്ന ഇർഷാദിന്റെ മുഖേന ഞാൻ ചോദിച്ചു സാറ്റില് ക്യാമ്പിന് വരുന്നെന്ന്. ഇർഷാദ് പറഞ്ഞ് ജഗ്ലിങ് അറിയണോ എന്നാലേ കളിക്കാന് കൂട്ടുള്ളൂ. അപ്പൊ എനിക്കറിയില്ല ജഗ്ലിങ് എന്താണെന്ന്, ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് അറിയില്ല. നമ്മളെ അമ്മാനാടുകയൊക്കെ ചെയ്യും, പക്ഷെ പേരറിയില്ല. അമ്മാനാടുകയെന്നുള്ളത് അറിയാം, പക്ഷെ ജഗ്ലിങ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ക്യാമ്പിന് പോയില്ല. പിന്നെ നാട്ടിലൊരു ഒരാളുണ്ടായിരുന്നു, വേലായുധൻ എന്ന് പറഞ്ഞ. അപ്പൊ അയാളെ മുഖേന ഞാൻ ആരൊക്കെ വിളിപ്പിച്ച് നമ്മളെ തിലകേട്ടൻ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവരൊക്കെ അന്ന് ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പൊ അയാളെ മുഖേന വിളിപ്പിച്ച് അങ്ങനെ ക്യാമ്പിന് പോയി സ്റ്റാർട്ട് ആയത്. അപ്പൊ അവിടെ ഒരു അപ്പൊ പിന്നെ വരവും പോക്കൊക്കെ ഞങ്ങളായി. ഞങ്ങൾ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒപ്പോഴേ പഠിച്ചിരുന്നു. അപ്പൊ പിന്നെ ക്യാമ്പ് അങ്ങനെ സാറ്റില് സ്റ്റാർട്ട് ആയത്. കമ്പനിയിൽ സെറ്റായി. റിഷാദിനോട് റിഷാദ് ചെയ്തത് കണ്ടാൽ അപ്പൊ ആദ്യം ഒഴിവാക്കിയതല്ല, ജസ്റ്റ് പറഞ്ഞു ജഗ്ലിങ് എന്താന്ന് അറിയില്ല. പിന്നെയാണ് അതിന്റെ പേരൊക്കെ പഠിച്ചത്. അല്ല, അന്ന് നമ്മളെ ഇർഷാദ് ഫോർവേഡ് അല്ലേ? അന്ന് ഇർഷാദ് ഫോർവേഡ്. അന്ന് സലാഹ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എഫ് സി കളിക്കുന്ന സലാഹ് ഉണ്ടായിരുന്നു. പിന്നെയാണ് അപ്പു വന്നത്, ഫസ്ലു വന്നത്. പിന്നെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. സാറ്റിൽ എത്തിയപ്പോ നമ്മള് പല ആൾക്കാരെ ഇൻഫ്ലുവൻസിൽ സാറ്റിലെത്തി. ഒരു എത്ര 15 വയസ്സിലാണ് സാറ്റിലെത്തിയില്ല. പിന്നെ എന്താണ് സാറ്റിന്ന് അവിടെ അണ്ടർ കാറ്റഗറി ടീമുകൾ ഉണ്ടായിരുന്നു? ഇല്ല, ഒരേ ടീമുള്ളൂ, ഒറ്റൊരു ടീമുള്ളൂ. സമ്മർ ക്യാമ്പ് ഓൾറെഡി ഇങ്ങനെ ഓരോ കൊല്ലം നമ്മള് സ്കൂൾ കൂട്ടുമ്പോ തുടങ്ങും. പിന്നെ ഞാൻ പോയ അന്ന് മുതൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സമ്മർ ക്യാമ്പ് തിരൂർ ഫുട്ബോൾ അസോസിയേഷൻ. അത് പിന്നെ ഞാൻ പോയിട്ട് ആ പിറ്റത്തെ സീസൺ മുതൽ സാറ്റ് ആക്കി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലീവില്ലാതെ ക്യാമ്പ് എന്നുള്ളത് ഡെയിലി പ്രാക്ടീസ് എന്നുള്ള രീതിയിലാക്കി, ഒരു ക്ലബ് പോലെ ആക്കി. സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ടും സ്കൂളിലെ ദിവസം സ്കൂൾ കഴിഞ്ഞ ക്യാമ്പായി. എല്ലാ ഡേയ്സിലും ക്യാമ്പ് ഉണ്ടായിരുന്നു.
അപ്പൊ ഈ കാര്യം വീട്ടില് പറഞ്ഞപ്പോ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് വീട്ടിലെ സപ്പോർട്ട്. ഇപ്പൊ 10 വയസ്സ് ആ ടൈമില് 10ലേക്ക് പഠിക്കുന്ന ടൈമാണ്. അപ്പൊ പഠിക്കേണ്ട സമയം നമ്മള് 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ഇന്നും ക്യാമ്പിൽ പോകണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതൊന്നും ഇപ്പൊ ഇവിടെ അല്ലായിരുന്നു താമസം. ആദ്യത്തെ ഒരു വല്യമാരെ പേര്, പിന്നെ അവിടുന്ന് വല്യപ്പാക്ക് ഒരു കട ഉണ്ടായിരുന്നു. അവിടുന്ന് പൈസ മേടിച്ച് ഇങ്ങനെ പോകും, എന്നും പോകും, കടയിൽ നിൽക്കും, വരും, അങ്ങനെ. അപ്പൊ വല്യമാരെ സൂപ്പിട്ട് സൂപ്പിട്ടിട്ട് അങ്ങനെ പ്രാക്ടീസിന് വരുന്നു. കോച്ചുമാരെ സാറ്റില് നമ്മളെ പീതാംബര സാർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈമില് അംസക്കോയ എന്ന് പറഞ്ഞ എടവണ്ണുള്ള കോച്ച് ഉണ്ടായിരുന്നു. പീതാംബര സാർ മെയിൻ ആയിട്ടുണ്ടായിരുന്നു കോച്ചായിട്ട്. പിന്നെ ടീമിന്റെ മാനേജർ സാറ്റ് എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം വരിക മൊയ്തീൻകാടെ വരാം. അപ്പൊ ക്യാമ്പ് ഉണ്ടായിരുന്നു സാറ്റില്. അപ്പൊ ക്യാമ്പ് കഴിയണ സമയത്ത് ടൂർ ഉണ്ടല്ലേ? അതെങ്ങനെ ടൂർ ഉണ്ടാവും. ഇപ്പൊ കൂടുതൽ ടൂർണമെന്റ്സ് ഒന്നും ഇല്ല കേരളത്തിൽ. ആ സമയത്ത് ഇവന്റ്സ് ഇല്ല, ജസ്റ്റ് പ്രാക്ടീസ് മാച്ച്. അപ്പൊ ഒരു ഇയർ എൻഡിങ് ആവുമ്പോൾ നമ്മള് പ്ലേയേഴ്സിനൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലേയേഴ്സിനെ പൈസ എടുത്തിട്ട് നേരെ ഒരു ടൂർ അടിക്കും. ഫസ്റ്റത്തെ വർഷം ഞങ്ങള് ഊട്ടിയിൽ അടിച്ചിരുന്നു. പീതാംബര കോച്ച് പീതാംബര സാർ ഊട്ടിയില് സബിത്തേട്ടനൊക്കെ അറിയില്ല, അവരെ ടീമിനായിട്ട് മാച്ച് കളിക്കാൻ ഊട്ടിയിൽ പോയി, വയനാട് പോകും. പിറ്റത്തെ പ്രാവശ്യം ഞങ്ങൾ ഓൾ ഇന്ത്യ പ്ലാൻ ചെയ്ത് ഓരോ വർഷത്തിലാണ്. ഓരോ വർഷത്തില് അങ്ങനെ മീറജില് ഒരു ഗ്രൗണ്ട് ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് നമ്മളെ കാജ ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മളവിടെ എല്ലാം ചെയ്തിരുന്നത്. ഇവിടെ മലയാളി തന്നെയാണ്, ചങ്ങരംകുളം. അപ്പൊ അവരൊരു ടീമിനായിട്ട് അവിടെ ഇനാഗുറൽ മാച്ച് വെച്ച്, ഗ്രൗണ്ടിന് ഇനാഗുറൽ മാച്ച്. അങ്ങനെ അവിടെ ഒരു ഏതോ ഒരു ആരാന്ന് അറിയില്ല, അങ്ങനെ അവിടെ ഡി എസ് കെയില് ട്രയൽസ് ഡി എസ് കെയില് 6 ആള്. ആരൊക്കെ? റഷീദ്, നിയാസ് കീപ്പർ, ഷിബിലി, അക്കു, ഞാന്, ഇർഷാദ്. എന്നിട്ട് അവർ ഡി എസ് കെയുടെ ഏത് ടീമിലോട്ട് എടുത്തത്? ഡി എസ് കെ 3 പ്ലേയേഴ്സിനെ എ ടീമിലും 3 പ്ലേയേഴ്സ് ബി ടീമിലും. ആരൊക്കെ? ഇർഷാദ്, ഷിബിലി, നിയാസ് എ ടീമില്, ഞാന്, അക്കു, റഷീദ് ബി ടീമില് വന്നു. എന്നിട്ട് ഇവര് ടീം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഐ ലീഗ് കളിക്കുന്ന ടീമല്ലേ? അന്ന് സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗ് കളിച്ചിരുന്ന ടീമായിരുന്നു. എന്നിട്ട് അന്ന് ഇവർക്കൊക്കെ അതിൽ ഓപ്പർച്യൂണിറ്റി കളിക്കാൻ. പിന്നെ ബി ടീമില് എന്തായിരുന്നു? ബി ടീമിൽ അവരെ നമ്മളെ പൂനെയിലെ ടീം ഉണ്ടായിരുന്നു. അപ്പൊ പൂനെത്തെ ഡിസ്ട്രിക്ട് ലീഗും അങ്ങനത്തെ ലീഗും കളിക്കാൻ റിസർവ് ടീം പോലെ. അപ്പോ ഇത് പ്ലസ് 2 കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ടൂർ പോണതും അവിടുന്ന് സ്കൗട്ട് ചെയ്ത് ഡി എസ് കെയിൽ എത്തണമൊക്കെ? അപ്പൊ ഡിഗ്രി ഒന്നും അങ്ങനെ ട്രൈ ചെയ്തില്ല? കാരണം ഇപ്പോ ഫുട്ബോളേഴ്സ് എല്ലാവർക്കും ഒരു പ്രൊഫഷണലി പോകണമെങ്കിൽ ഒരു കോളേജ് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ആ ലെവലിലൊക്കെ അല്ലേ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. അപ്പൊ കോളേജ് അപ്പൊ ട്രൈ ചെയ്തില്ല? പ്ലസ് 2 കഴിഞ്ഞിട്ട് ഡിഗ്രി ട്രൈ ചെയ്ത് MA കോളേജിലായിരുന്നു കോതമംഗലത്ത്. അപ്പൊ അവിടെ ട്രയൽസിന് പോയി. അപ്പൊ അവിടെ റെഡിയായി. ഹോസ്റ്റലില് ഒക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് നാട്ടിൽ വിട്ട്. അപ്പൊ ഞങ്ങളൊരു ടൂർ ഉണ്ട്, സാറ്റിൽ നിന്ന് പോകുന്നുണ്ട്, ഒരു ട്രിപ്പാണ് പറഞ്ഞിട്ട്. അപ്പൊ അവിടുന്ന് ഒരു ചോദിച്ചിട്ട് ഞങ്ങള് പോയതാ. പിന്നെ ഞങ്ങള് വന്നിട്ടില്ല. ഞാന്, അക്കു, നിയാസ്. പിന്നെ തിരൂന്ന് ഏത് പ്ലേയേഴ്സ് വന്നാലും അവരൊന്ന് കോളേജിൽ തിരിച്ചു വരുമോ? പക്ഷെ അവർക്ക് നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടിയോണ്ടല്ലേ പോകാണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ ഈ പൂനെ ലീഗും കാര്യങ്ങളൊക്കെ കളിച്ച് എത്ര വർഷം ഉണ്ടായി ഡി എസ് കെയില്? ഡി എസ് കെയില് ഞാനൊരു വർഷം മുംബൈ അണ്ടർ 19 ടീമിൽ. മുംബൈ എഫ് സി ഐ ലീഗ് കളിച്ചിരുന്നു. നന്നായി ലീഗ് കളിച്ചിരുന്നു. അവര് അണ്ടർ 19 ടീമിൽ പോയി. എന്നിട്ട് അവിടെ ഏതൊക്കെ ടൂർണമെന്റ്സ് കളിച്ച്? അവിടെ കൂടുതൽ ടൂർണമെന്റ് ഐ ലീഗ് കളിച്ചിട്ടില്ല. അവിടെ കളിക്കാൻ പറ്റിയില്ല, എന്തോ സൈനിങ്ങിന് ഇഷ്യൂ ആയിട്ട് അവിടെ കളിക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ സാറ്റിലേക്ക് വന്നു. സാറ്റിൽ KPL ഉണ്ടോ? ഇല്ല, KPL ഇല്ല. ഇവിടെ പ്രാക്ടീസ് എപ്പോ വന്നാലും സാറ്റില് എന്തും പ്രാക്ടീസ് കൊണ്ട് ഇടണ്ട് ഇവിടെ. ഇവിടെ വന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പിന്നെ നെക്സ്റ്റ് എവിടെ സൈൻ ചെയ്ത്? പിന്നെ മുംബൈ എഫ്സിന്റെ കോച്ച് തന്നെ ഫിഫ കൊളാബ എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഡിവിഷൻ ടീം എടുത്തപ്പോ അതിലോട്ട് വിളിച്ച്. ഇവിടുന്ന് നമ്മള് ജുനൈദ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ജുനൈദ് അവിടെ കളിച്ച്. പിന്നെ സെക്കൻഡ് ഡിവിഷൻ കളിച്ച്. പിന്നെ നെക്സ്റ്റ് സീസണ് ഡൽഹി യുണൈറ്റഡിൽ കളിച്ച്. അപ്പൊ ഇതിലൂടെ സാറ്റിനൊക്കെ KPL ആയി തുടങ്ങുന്നുണ്ട്. KPL ആയി. ആ സീസണിലാണ് KPL വന്നത്. ഞാനും സലാവും കൂടിയാണ് പോയത് ഡൽഹി യുണൈറ്റഡിൽ. പിന്നെ അത് സെക്കൻഡ് റൗണ്ട് ക്വാളിഫൈ ചെയ്തപ്പോൾ ഇവിടെ സാറ്റിന് KPL കിട്ടിയെന്ന് പറഞ്ഞപ്പോ
ഞാനും സലാവും ഒക്കെ അത് ഒഴിവാക്കി ഇങ്ങോട്ട് വന്ന്. അപ്പൊ അവര് സമ്മതിച്ച അവരൊരു മാസം സാലറി പിടിക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങള് ജോലിന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. KCB ജോലി റെഡി ആയിക്കണേ, അപ്പൊ ഞങ്ങള് അപ്പൊ ജോലി അല്ലേ പറഞ്ഞിട്ട് ഒരു മാസത്തെ സാലറി അവര് കട്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. നമ്മളുടെ ഞങ്ങള് വിദ്യുട്ടേക്ക് വിളിച്ചപ്പോ ഞങ്ങള് അവിടെ പോകും. സെക്കൻഡ് റൗണ്ട് ക്വാളിഫൈ ചെയ്തിരുന്നു ഐ ലീഗ് ഡൽഹി യുണൈറ്റഡ്. എന്നിട്ട് സാറ്റ് ഫസ്റ്റ് സെമി എത്തിയില്ലേ? സെമി എത്തി. ആ KCB തോൽക്കും ചെയ്ത് പെനാൽറ്റിയില്. അത് പെനാൽറ്റി അടിച്ചാ? അന്ന് പെനാൽറ്റി അടിച്ച വേറെ കൊല്ലുണ്ട്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹി യുണൈറ്റഡ് പിറ്റത്തെ സീസൺ വിളിച്ച് ഡൽഹി യുണൈറ്റഡിൽ വീണ്ടും കളിച്ചു. അവര് പിന്നെ വിളിച്ച് അവരൊരു മാസം സാലറി പിടിച്ചിട്ട് പിന്നെ കളിക്കാൻ വിളിച്ചു. നല്ല ഡീലിംഗ് ആയിരുന്നു അവരെത്തി. എന്നിട്ട് പിന്നെ മിനർവേ പോയി തോന്നില്ലേ? മിനർവേ പോയി 1.5 മാസം നിന്ന് സാറ്റിലൈൻ വന്ന് KPL കളിച്ചു. അവിടെ അങ്ങനെ സെറ്റ് ആയില്ല. പിന്നെ മിനർവേറ്റ് മോഹൻ ബഗാനിലല്ലേ പോയി? മോഹൻ ബഗാനിൽ പോയി. അത് അവിടെ നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ആയി. അവിടെ പ്രീ സീസൺ പിന്നെ ഗോവയിലൊക്കെ അവരൊപ്പം ചെയ്ത് പിന്നെ പ്രാക്ടീസ് മാച്ചസ് ഒക്കെ കളിച്ച് എന്നിട്ട് സാറ്റിലേക്ക് തന്നെ വീണ്ടും സെമിയില് പെനാൽറ്റിയില് നമ്മൾ ഔട്ടായി. ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ. മറന്നിട്ടില്ല. പെനാൽറ്റി ഒക്കെ വൈകിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോ പെനാൽറ്റി അതൊക്കെ മറന്നേ. അല്ല അവിടെ പെനാൽറ്റി പിന്നെ പെനാൽറ്റി അടിച്ചിട്ടുണ്ടോ ഗ്രൗണ്ടിൽ കളിയുടെ ഇടയിൽ? ഇല്ല. കളിന്റെ ഇടയിൽ മേജർ കളിന്റെ ഇടയിലൊന്നും അടിച്ചിട്ടുണ്ട്. അടിക്കില്ല. പെനാൽറ്റി അടിക്കുമ്പോ പേടിയില്ല? പേടി പറയാനൊന്നുമില്ല. അടിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ അടിക്കുന്നില്ല. ഞാൻ അടിക്കാന്ന് പറയുന്ന സാധനല്ല. അന്ന് ഞാന് അങ്ങനെ പറഞ്ഞിട്ടേ പോയത്. ഞാൻ ടോസ് ഇടാൻ പോയപ്പോഴേ അന്ന് നല്ല കോൺഫിഡന്റ് ആയത്. ഞാൻ ടോസ് ഇടാൻ പോയപ്പോള് ആരൊക്കെ പെനാൽറ്റി അടിക്കുന്നുണ്ട് വെച്ചാൽ അവിടെ ഓൾറെഡി കൺഫേം ആയി അഞ്ചാള് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് അടിച്ചോളാന്ന് പറഞ്ഞപ്പോള് ആർക്കെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തതുണ്ടായി മാറിക്കളയുന്നു. അപ്പൊ മോന് പറഞ്ഞു ഞാൻ അടിക്കണില്ല എന്ന് പറഞ്ഞു മാറി. അപ്പൊ പിന്നെ ഞാൻ അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 4ാമത്തെ അടിയാണ്. അതിന് മുമ്പും ഇതേപോലെ സെമിയില് ലാസ്റ്റ് മിനിറ്റിലല്ലേ സാറ്റ് തോറ്റ്? അല്ല അതും പെനാൽറ്റി ആയിരുന്നു KCB പെനാൽറ്റി. ഇത് എന്നിട്ട് മിസ്സായി. ഇതൊന്ന് ബ്ലാസ്റ്റേഴ്സിനായിട്ട് അതിന്റെ മാച്ച് ഇപ്പോഴും ഓർമ്മയുണ്ട്. തിരൂര് ഫുള്ള് ആളായിരുന്നു, ഫുള്ള് ക്രൗഡായിരുന്നു. കൊറേ കാലത്തിന് ശേഷമാണ് തിരൂര് സ്റ്റേഡിയം മൊത്തം ആളായിരുന്നു. ആകെ കരച്ചില് വരല് സാറ്റ് നോക്കുമ്പോ. സാറ്റില് കളിച്ചിട്ട് സാറ്റിൽ നോക്കുമ്പോ ഒരു കരച്ചിലാണ്. കളിച്ചെങ്ങൾക്ക് കാണുന്ന എനിക്ക് വിഷമാവാറുണ്ട് സാറ്റ് സെമിയിലൊക്കെ നോക്കുമ്പോ. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ വേറെ സൈൻ ചെയ്ത സാറ്റ് കഴിഞ്ഞിട്ട്. അതിന്റെ ഇപ്പൊ നേരെ മോഹൻ ബഗാനിൽ വന്നിട്ട് സന്തോഷ് ട്രോഫി കളിച്ച് നിങ്ങളെ മുഖേന നമ്മളെ കാപ്പു കോച്ച് ഉത്തമൻ സാറ് മുഖേന സന്തോഷ് ട്രോഫി കളിച്ച്. അതിന്റെ രസമാണ് ഇപ്പൊ. പിന്നെ കോവിഡ് വന്നില്ലേ? പിന്നെ കോവിഡ് വന്ന കളി സ്റ്റോപ്പ് ആക്കി വെച്ച് ഫസ്റ്റ് റൗണ്ട് ക്വാളിഫൈ ചെയ്തിന്. പക്ഷെ എന്നിട്ട് കഴിഞ്ഞല്ലേ മറ്റേ കാപ്പു കോച്ച് കാപ്പു കോച്ച് ഡയറക്റ്റ് നമ്മളെ ഗോകുലത്തില് റെഡിയാക്കി തന്നെ. പിന്നെ അടുത്ത വർഷം KPL ഗോകുലത്തിന് കളിച്ചു. KPL ഗോകുലത്തിന് കളിച്ചു. അത് ചാമ്പ്യൻസ് ആയില്ലേ? അത് ചാമ്പ്യൻസ് ആയി. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് KPL ആയിരുന്നു അല്ലേ? 3 മാൻ ഓഫ് ദ മാച്ച് തോന്നില്ല? അത് 3 മാൻ ഓഫ് ദ മാച്ച്. ഒറ്റ കളി തോൽക്കാതെ കളി നോക്കാണ്ട് മറ്റേ നല്ല ടീം ഉണ്ടായിരുന്നു. ടീമിന്റെ കോച്ച് നജീബ് സാറായിരുന്നു. നജീബ് സാറ് നമ്മളെ പഴയ പുലി എന്നൊക്കെ പറയാവുന്ന എന്റെ ഒരു ഫേവറേറ്റ് കോച്ച്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങള് കമ്പാരിറ്റീവ്ലി ഏജ് കുറവുള്ള ആൾക്കാരും നജീബ് സാർ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചിന് വേറെ കളിച്ചിട്ടില്ലല്ലോ മുമ്പ്? ഇല്ല അത്ര ഏജുള്ള കോച്ചിന്റെ കളിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ ഒരു സിസ്റ്റങ്ങൾ? ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. നമ്മള് പ്ലേയേഴ്സിന്റെ മൈൻഡ് അറിയാം, ഫുള്ള് എങ്ങനെയാണ് ആവശ്യം പ്ലേയേഴ്സിനായിട്ട് നിൽക്കേണ്ടത് അറിയാം, പറയേണ്ടടുത്ത് പറയും ആള്. ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ സീസണ് ഐ ലീഗ് പോവാത്ത വിഷമം ഉണ്ടായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഐ ലീഗ് ടീമില് സൈൻ ചെയ്തു ഫസ്റ്റ് സീസണില്. അപ്പൊ വന്ന് പറഞ്ഞ് റിഷാദ് ഈ സീസണില് ഐ ലീഗിൽ ചാൻസ് ഇല്ല, പോണെന്ന് പറഞ്ഞപ്പോ
ആകെ വിഷമായി ഡിഗ്രി സൈൻ ചെയ്ത് ഇത്രയും ഒരു ഇത് വന്നിട്ട്. അല്ല എന്ന് വെച്ചാൽ ഈ കുറെ സെക്കൻഡ് ഡിവിഷൻ കളിച്ചിട്ട് പിന്നെ KPL തന്നെ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റിലും ആസിഫൊക്കെ ഓൾറെഡി ഐ ലീഗ് ടീമിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആകെ ഇപ്പൊ അവരെ അവിടെ ഞാൻ ഇവിടെ അസൂയയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നേരെ അടുത്ത് വന്നിട്ട് ഫസ്റ്റിലും ഈ റിസർവ് ടീമിലേക്ക് പോണത്. പിന്നെ അത് ആസിഫിന്റെ അടുത്ത് കഴിഞ്ഞു. ആസിഫ് നീ റിസർവ് ടീമിലേക്ക് അപ്പൊ സമാധാനായി. അപ്പൊ പിന്നെ എൻജോയ്മെന്റ് ആയി. കറണ്ട് പോയാൽ നോക്കണ പോലെ ആയില്ലേ. അതന്നെ എന്താ നിങ്ങളിപ്പോ ഗ്രൂപ്പായിട്ട് സൈൻ ചെയ്ത എല്ലാവരും പക്ഷെ ആ വർഷം കപ്പടിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കളി പോലും മിസ് ചെയ്യാണ്ട് കണ്ട KPL ആണത്. അതില് ഫുൾ ഡോമിനേഷൻ ആയിരുന്നു. ഒരു ഫോറിൻ പ്ലെയർ ഉണ്ടായിരുന്നു ഗോൾ സ്കോർ ചെയ്യാന്. പേര് ഞാൻ മറന്നുപോയി. അവള് നിങ്ങള് ബോള് സെറ്റ് ചെയ്ത് കൊടുക്കുക. അവരടിച്ചാൽ മാത്രം ശരി. അവരടിച്ചാൽ മാത്രം മതി എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. ബാക്കി പണിയൊക്കെ എടുക്കാൻ അഭിജിത്ത് ഋഷാദും നല്ല കോമ്പിനേഷൻ മിഡ്ഫീൽഡിൽ. ഗിഫ്റ്റി ഉണ്ട്. മൂന്നാള് ട്രയൽ നൈസായിട്ട് വർക്കായി. പിന്നെ ഗണേശനൊക്കെ ഉണ്ടായിരുന്നില്ല. ഗണേശന് ഫസലു രാഹുൽ KP ആസിഫ് മനോജ് നിംഷാദ് കീപ്പറില്ല. അല്ല മറ്റേ നിംഷാദ് റോഷൻ അഖിൽ ജയചന്ദ്രന് ഡ്രീം സ്ക്വാഡ് പോലെയായിരുന്നു. പിന്നെ ഇതിന്ന് ആരൊക്കെ കയറി ഐ ലീഗ് പിന്നത്തെ വർഷം? പിന്നെ അഭിജിത്ത് ഗിഫ്റ്റി ആ ടീമുകൾ മൂന്നാള് കയറി. എല്ലാ പ്രാവശ്യം ഇപ്പൊ സെക്കൻഡ് ഡിവിഷനിൽ എത്തും. അവസാനം വരെ എത്തുക ഡൽഹി യുണൈറ്റഡ്, മുംബൈ FC കുറെ ടീമുകൾ കളിച്ചിട്ടില്ലേ. എന്നിട്ട് ആദ്യമായിട്ട് ഐ ലീഗ് കളിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള ടീമിനാണ്. എന്താ തോന്നുന്നത്? ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിൻസെൻസോ അത്രയും സ്ട്രിക്റ്റ് കോച്ചാണ് വിൻസെൻസോ. എല്ലാ കാര്യത്തിലും പ്രാക്ടീസും ഫുഡും എല്ലാതും. ആ ഒരു സീസൺ പിടിച്ചു നിന്ന് തന്നെ എല്ലാ പ്ലേയേഴ്സും ഭയങ്കര റിസ്ക് പിടിച്ചിട്ടാണ്. അത്രയും സ്ട്രിക്റ്റ് കോച്ചാണ്. പ്രാക്ടീസും റിസൾട്ട് ഉണ്ട്. അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ട്. നമ്മള് ബബിളിലായിരുന്നു നിങ്ങള് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഇടപഴകിയിട്ടുള്ള ആൾക്കാരാണ്. ഇതിന്റെ കൂട്ടിയിടുമ്പോ കൂട്ടിയിട്ട് എല്ലാ ടീമിനും സ്വീറ്റ്സ് ബിരിയാണി ഒക്കെ കൊടുക്കും. നമുക്ക് ഒരു ദിവസം പോലും തരില്ല. അതൊക്കെ ഫസ്റ്റ് കോച്ച് വന്നിട്ട് മാറ്റി വെക്കും. സ്വീറ്റ്സ് ബിരിയാണി ഒക്കെ നമുക്ക് ഭയങ്കര ദേഷ്യം കോച്ചിനോട്. ചില ദിവസങ്ങൾ ഓരോ സീനിയർ പ്ലേയേഴ്സ് അയാളായിട്ട് വാക്ക് തർക്കം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞത് നിങ്ങൾ ഇവിടെ അല്ല വാക്ക് തർക്കം കാണിച്ചാൽ ഈ ഗ്രൗണ്ടിൽ കാണിച്ചാൽ മതി, പിന്നെ എന്തും ചെയ്തോളൂ ഗ്രൗണ്ടിൽ. അങ്ങനെ വാശി പിടിപ്പിച്ച് കളിപ്പിച്ചിരുന്ന ഒരു കോച്ചായിരുന്നു. പക്ഷെ അന്ന് അയാൾക്ക് തോൽക്കണേ ഇഷ്ടല്ല. അങ്ങനത്തെ ഒരു കോച്ചായിരുന്നു ഞാനുള്ള ടൈമിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കോച്ച് ഡൂറൻ കപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വൈറലായി. മൈക്ക് കിട്ടിയാല് ഭയങ്കര പക്ഷെ ആള് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ മലയാളി പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു, എമിലുണ്ടായിരുന്നു, ഉവൈസ്, അലക്സ്, അഭിജിത്ത് ഉണ്ടായിരുന്നു. പിന്നെ നിലമ്പൂരുള്ള ഒരു അഭിജിത്ത് ഉണ്ടായിരുന്നു. ഇതിന്റെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ബെസ്റ്റ് മിഡ്ഫീൽഡറായി. അന്ന് കുറെ ചാൻസ് കിട്ടിയ കോച്ചിന്റെ കളിക്കാൻ ചാൻസ് കിട്ടിയ. കോച്ചിന്റെ എപ്പോഴും ചാൻസ് കിട്ടും ലാസ്റ്റ് മിനിറ്റ് വരുമ്പോള്. പിന്നെ ലാസ്റ്റ് ഒരു 4 കളി ആയപ്പോള് നമ്മളെ ഷെരീഫ് എന്ന് പറഞ്ഞ പ്ലെയറിന് യെല്ലോ കാർഡ് കിട്ടി. അഫ്ഗാൻ. അപ്പൊ ആ കളി കളിച്ച് ഫുൾ ടൈം കളിച്ച് ഫസ്റ്റ് കളിയിൽ യൂറോപ്പ് മാച്ച് കിട്ടി. പിന്നത്തെ കളിയിൽ ഷെരീഫ് പിന്നെ തിരിച്ചു വന്ന് പിന്നെ റെഡ് കാർഡ് കളിച്ച്. അപ്പൊ ഷെരീഫ് ഓപ്പർച്യൂണിറ്റി അല്ല കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും അത് പെർഫോം ചെയ്തോണ്ട് ഇരിക്കണ ഐ ലീഗ് ട്രോഫി വന്നില്ലേ. ഐ ലീഗിന്റെ ഫസ്റ്റ് സീസൺ നമ്മള് അൺബീറ്റഡ് ആയിട്ട് കുറെ കളി വന്ന് ആ ഒരു റെഡ് കാർഡ് മേലെ നമ്മളൊരു കളി തോറ്റി ശ്രീനിധിനായിട്ട്. ആ ഒരു കളി കൊണ്ട് നമ്മള് ലാസ്റ്റ് കളി ഫൈനലായി മുഹമ്മദ് അൻസിനായിട്ട്. അപ്പൊ അതിലൊരു മുഹമ്മദ് അൻസിനായിട്ട് നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അങ്ങനെ ചാൻസ് കിട്ടി. ഫൈനല് കളിച്ച് അതിലൊരു ഗോൾ അടിക്കാൻ പറ്റി. 2-1 ജയിച്ച് ലാസ്റ്റ് ടൈമിലാണ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പിന്നെ അവസാനം സ്കോർ ചെയ്ത് ജയിച്ച. എന്നിട്ട് AFC വന്നു. AFCയിലേക്ക് അത് മറക്കാത്ത മാച്ച് ആയിരിക്കും നമ്മളെ മോഹൻബഗാനായിട്ടുള്ള മാച്ച്. അതുകൊണ്ട് അത് 2 കിട്ടിയിട്ട് നല്ല അടിക്കുക അങ്ങനെ എന്തോ ഉണ്ടല്ലോ.
നമ്മളില്ല 2-2 ഡ്രോ ആയി. പിന്നെ 2 കൂടി തിരിച്ചടിച്ചു. 4-2 ജയിച്ചു. അന്ന് സ്കോർ ചെയ്തില്ലേ? അന്ന് ഒരു സ്കോർ ചെയ്യാൻ പറ്റി. ഐ ലീഗ് വിൻ ചെയ്തു. അതുപോലെ AFCയില് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ടീമായിട്ടുള്ള മോഹൻ ബഗാനെതിരെ ഗോൾ സ്കോർ ചെയ്ത് അവരെ തോൽപ്പിക്കുക. അവർ ISL കളിക്കുന്ന സമയത്ത് അപ്പൊ ആ ഒരു അത് ഇതുവരെ ഒരു KPL കളിച്ചിരുന്ന ഒരു പ്ലെയർ അല്ലെങ്കിൽ സെക്കൻഡ് ഡിവിഷൻ കളിച്ചിരുന്ന ഒരു പ്ലെയർ ആ ഒരു ലെവലിൽ നിന്ന് ഐ ലീഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു പ്ലെയർ ആവുന്നത് AFC ഏഷ്യയുടെ ഒരു അണ്ടറിൽ നടക്കുന്ന ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ അണ്ടറിൽ നടക്കുന്ന ഒരു ടൂർണമെന്റിൽ ഗോൾ സ്കോർ ചെയ്തിട്ട് ഇന്ത്യയിലെ ISL ടോപ്പ് ടീമിനെ തോൽപ്പിക്കുന്നത്. സോ കരിയറിൽ ഒരു പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു എങ്ങനെ ആ സക്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കോമൺ ആയിട്ട് ഇപ്പോ പ്ലേയേഴ്സ് ഒക്കെ ഒരു ചെറിയ സക്സസ് ആകുമ്പോഴത്തേനും പിന്നെ അവരത് മാർക്കറ്റ് ചെയ്യാനും അത് വെച്ച് മുന്നോട്ട് പോകാനും ഒക്കെ ശ്രമിക്കും. ഞാന് കളിക്കുമ്പോ ഉള്ള 2 ഫോട്ടോ ഇടാന്നല്ലാണ്ട് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനിങ്ങനെ കളിച്ചാൽ മാത്രം പോരെ, ഇത് കുറച്ച് മാർക്കറ്റും ഇതൊക്കെ ചെയ്താല് ആൾക്കാരെ അറിയണം, ഉദ്ഘാടനത്തിന് പോകണം, അല്ലെങ്കിൽ പിന്നെ ISL ക്ലബുകളിലോട്ടൊക്കെ വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത് തോന്നുന്നു ഒരു ഏജന്റ് പോലും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത എന്താ? ISL കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് കളിക്കണം എന്നുള്ള അല്ല മനസ്സിലായി. അത് കളിക്കുന്നുണ്ട്, പക്ഷെ അത് നല്ല ബെസ്റ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ആൾക്കാരിലോട്ട് ലൈവില് എത്രയൊന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനിങ്ങനെ നടന്നു പോകുമ്പോ പ്ലെയർ റിഷാദല്ലേ പോണ അല്ലെങ്കിൽ റിഷാദിനെ പിടിച്ചിട്ട് ആൾക്കാരെല്ലാരും കൂടി സെൽഫി എടുക്കണം, അങ്ങനത്തെ ഒരു കാര്യമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഇത്രയും കാലം ഇതിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടല്ലേ? നിങ്ങള് പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ഒരാൾ വന്നിട്ട് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് സ്വന്തമായിട്ട് നമ്മളെ തന്നെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അറിയണം എന്നുള്ളൊരു ആഗ്രഹം വരെ വന്നിട്ടില്ല. അല്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായത്തില് കളിക്കുന്നുണ്ട് ഫുട്ബോളേഴ്സ്, അവരെ കളി കൊണ്ടാണ് അറിയേണ്ടത്, ബാക്കി കാര്യങ്ങളൊന്നല്ല അറിയേണ്ടത്. പക്ഷെ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് അധികം ചെയ്യണ്ട. സോഷ്യൽ മീഡിയ ഒക്കെ എനിക്കറിയാം ഒട്ടും ആക്റ്റീവ് അല്ല, എപ്പോഴും ഒരു ഫോട്ടോ ഇടാന്നല്ല, കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ഓഫ് സീസണിലൊക്കെ എപ്പോഴും ഞാൻ പറയില്ല, കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒരു ഏജൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നതായി കഴിഞ്ഞ് ഒരു അപ്പർ ലിഫ്റ്റ്, അതായത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ടീം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു സൈഡ് ഉണ്ടാവുമ്പോ ഇപ്പൊ ISL ആണെങ്കിലും ഒക്കെ നല്ല ഓഫേഴ്സ് ഒക്കെ വരാനൊക്കെ സാധിക്കും. ഈ പ്ലെയർ അങ്ങോട്ട് എത്തണം എന്നുള്ള, അല്ലെങ്കിൽ ഭയങ്കര സ്കൗട്ടുകള് ISL ഇരുന്ന് പല ടീമിന്റെയും ഫോറിൻ സ്കൗട്ടുകളൊക്കെയാണ്, അവരൊന്നും ചിലപ്പോ ഐ ലീഗ് തന്നെ കണ്ടോളുന്നില്ല. അപ്പൊ നമ്മളൊരു പ്ലെയർ ഉണ്ട് ഐ ലീഗ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എടുത്തോളുന്നില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ISL കളിക്കുന്ന പല മിഡ്ഫീൽഡേഴ്സിനെക്കാട്ടിയും ക്വാളിറ്റി ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ റിഷാദിന്റെ കണ്ടിട്ടുണ്ട്. റിഷാദ് അവിടെ കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു ശ്രമം ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ? മീഡിയ വഴിയോ? അല്ല, മീഡിയ വഴിയല്ല, ഞാൻ കുറച്ചും കൂടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് മീഡിയ ബാക്കിയൊക്കെ കിട്ടും, നിനക്ക് ഇപ്പൊ കളിക്കണമല്ലാണ്ട് നിന്റെ ഭാഗത്ത് എന്തെങ്കിലും കൂടുതൽ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല. അപ്പൊ ഇങ്ങനെ കളിക്കുക കുറച്ചൊന്നും തരട്ടെ എന്നുള്ളത് തന്നെ. അങ്ങനെ ആവട്ടെ. സീസണില് നമ്മള് ബാംഗ്ലൂർ FC ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുമ്പോഴാണ് പിന്നെ ACL ഇഞ്ചുറി വന്നാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമ്മുടെ മൈൻഡ് ഓൾറെഡി ഡൗൺ ആവും. പിന്നെ നമുക്ക് കളിക്കാൻ പറ്റുമോ എന്നറിയില്ല.